ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. സാംസങ് ഗാലക്സി A25 5G എന്നുള്ള ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള A24 എന്നുള്ള മോഡലിൻ്റെ ഒരു റീപ്ലേസിംഗ് മോഡലും കൂടെ ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അത് എത്ര എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് നമ്മളെ ഫോണ് നോക്കാം. ടൈപ്പ് സി കേബിൾ, പ്ലാസ്റ്റിക് കവറിംഗ് ഒക്കെ പോക്കിയിട്ട് പേപ്പർ കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ ഫസ്റ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 26,000 മുതൽ 30,000 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. പിന്നെ 1000 നെറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് വ്യൂ ഒക്കെ നല്ലതാണ് വീഡിയോ കാണുമ്പോൾ. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോ LED 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് തന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഒരു 14,000 രൂപയുടെ ഫോണിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് 5 ഹോൾ ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സമയത്ത് സാംസങ് കൊടുത്തത് വാട്ടർ ഡ്രോപ്പ് നോച്ച് നല്ലൊരു പോരായ്മയായിട്ട് തന്നെ പറയാം. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ ബെസൽസ് ഒക്കെ വളരെ കൂടുതലാണ്. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്ത A05 എന്ന മോഡലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോണാണ് സാംസങ്ങിൻ്റെ. അതിൽ ഇത്രയും ബസ്സിലുണ്ട്. അതേ ഒരു ബസ്സിലൊക്കെ തന്നെയാണ് അതിലും കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫോണിന് 10,000 രൂപക്കാണ് വരുന്നത്. ആ 10,000 രൂപയുടെ ഫോണിൻ്റെ അതേ ഒരു ബസ്സിലൊക്കെ തന്നെയാണ് ഈ ഒരു 30,000 രൂപയുടെ ഫോണും കൊടുത്തത്. ഇപ്പോൾ എന്തായാലും സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതുപോലെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കിട്ടുന്നത്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കയ്യിലിങ്ങനെ പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 197 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. ഇനി ഫോണിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ല്. ഇത് സ്റ്റീരിയോ സ്പീക്കറാണ്. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, അതിൻ്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടനും, മുകളിലായിട്ടൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രേ ആണ് ഇതിൽ വരുന്നത്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്തൊരു ഡിസൈനൊക്കെ തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അപ്പോൾ കുറേ ലൈൻസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെ കയ്യിലുള്ള ഈ കളറ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നുള്ള കളറാണ്. പിന്നെ 3 ക്യാമറയും ഒരു ഫ്ലാഷാണ് വരുന്നത്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെതാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ എന്നിങ്ങനെയാണ് ഇതിൽ ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ആൻഡ് 60 ഫ്രെയിം പെർ സെക്കൻഡിലും 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലും എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ക്യാമറയിൽ തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ക്ക് ഇല്ലാത്ത വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഫോട്ടോസിനൊക്കെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ആണ്, എന്നിട്ട് പോലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ഫോട്ടോ ഒന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ഓപ്ഷനിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അൾട്രാ മോഡായി ആണ്. 4K റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ 1x മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഇല്ല 4K. ഫുൾ HD വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ വീഡിയോക്കൊക്കെ അത് പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തുള്ള വീഡിയോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നില്ല 4K. അതുകൊണ്ട് തന്നെ ചെറിയ ഷെയ്ക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ നോക്കുന്ന സമയത്തും ഈ ഒരു വീഡിയോ നോക്കുന്ന സമയത്തും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എടുക്കുന്ന ഈ ഒരു ഏരിയയിൽ അത്ര ലൈറ്റ് ഉള്ളതല്ല, എന്നിട്ട് തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ക്യാമറ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ക്യാമറയിൽ സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സെൽഫി ക്യാമറ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്.
ഇനി ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് 14 1 UI 6.0 ആണ്. അതുപോലെ എക്സിനോസ് 1280 എന്നുള്ള ഒരു ഒക്ടാ കോർ പ്രൊസസ്സറും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ മാലി G68 എന്നുള്ള ഗ്രാഫിക്സുമാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സിനോസിൻ്റെ ഈ 1280 എന്നുള്ള ഈ ഒരു പ്രൊസസ്സർ അത്ര വലിയ പെർഫോമൻസ് തരുന്ന പ്രൊസസ്സറൊന്നുമല്ല. 20,000 രൂപയുടെ ഫോണിലൊക്കെ കണ്ടുവരുന്നൊരു പ്രൊസസ്സറാണ്. അത്രയും നല്ല പെർഫോമൻസ് അല്ല, ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള പ്രൊസസ്സറാണിത്. അതാണ് ഈ ഒരു 30,000 രൂപയുടെ ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷനും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. ഒക്കെ നല്ലൊരു കാര്യമാണ്. ഈ ഫോൺ 2 വേരിയൻറ്റിലാണ് വരുന്നത്. 6GB റാം 128GB, അതുപോലെ തന്നെ 8GB റാം 128GB എന്നിങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 8GB ആൻഡ് 128GBക്ക് ഇന്ത്യയിൽ 26,999 രൂപയും 8GB ആൻഡ് 256GBക്ക് 30,999 രൂപയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിന് വരുന്നത്. അപ്പോൾ എന്തായാലും അതിന് എത്രമാത്രം സ്പീഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫേസ് ലോക്ക് നോക്കി നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഫേസ് ലോക്ക് നോക്കുന്ന സമയത്ത് അത്ര ഒരു സ്പീഡിലൊന്നും വർക്ക് ആവുന്നില്ല. അതും നല്ല സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ക്യാമറ നേരെ പിടിച്ചാൽ മാത്രമാണ് വർക്ക് ആവുന്നുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം നല്ല ഡിലേ എടുത്തിട്ടാണ് ഓപ്പൺ ആവുന്നത്. കണ്ടോ, ചില സമയത്ത് ഡിറ്റക്റ്റ് ആവുന്നില്ല. ഇനി കുറച്ചും കൂടെ അടുത്തേക്ക് പിടിച്ചാൽ മാത്രമേ ആവുന്നുള്ളൂ. ഇവിടെ കാണാം പക്ഷെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് തീരെ വരുന്നില്ല. ജസ്റ്റ് വ്യത്യാസത്തിന് ഞാൻ പിടിക്കുന്നുള്ളൂ. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് സെൻസായിട്ട് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് വിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് സെൻസ് ആവുന്നില്ല. ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറാണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര ഓവറായിട്ടുള്ള ലൗഡ് സൗണ്ടൊന്നുമില്ല, ഒരു ആവറേജ് സൗണ്ട്. എന്നാലും കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള സൗണ്ടാണ്. സ്റ്റീരിയോ സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്, NFC വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, കിഡ്സ് മോഡ്, ഡോൾബി അറ്റ്മോസ്, മൾട്ടി കൺട്രോൾ, അങ്ങനെ തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ അഡാപ്റ്റർ വരുന്നില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് എന്ന് പറയുന്നത് 25 വാട്ടിൻ്റെതാണ്. അപ്പോൾ നമുക്കറിയാം 14,000 രൂപയുടെ ഫോണിൻ്റെ അകത്തൊക്കെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതിന് കൂടെ അഡാപ്റ്ററും കൊടുക്കുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നത് വെറും 25 വാട്ടിൻ്റെ, വളരെ ഒരു കുറവായിട്ട് തന്നെ പറയാം. നമുക്ക് കണ്ടിട്ടുണ്ട് 25,000 മുതൽ 30,000 രൂപയുടെ ഉള്ളിലുള്ള ഫോണിലൊക്കെ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ സപ്പോർട്ട് ആവുന്നുള്ളൂ. സാംസങ് ഏത് കാലത്താണ് ഉള്ളതെന്ന് അറിയില്ല. ഇപ്പോൾ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ, ബസൽസ് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രൊസസ്സറും ഗ്രാഫിക്സും ഒക്കെ തന്നെ ഒരു ആവറേജ് ആണ് വരുന്നത്. പിന്നെ 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ സപ്പോർട്ട് ആകുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു 30,000 എന്നുള്ള ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് വളരെ കൂടുതലാണ്. ഒരു 18,000 മുതൽ 20,000 രൂപയുടെ ഉള്ളിൽ വരുന്ന ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. എടുത്ത് പറയേണ്ടത്തക്ക വിധമുള്ള ഒരു ഫീച്ചേഴ്സ് ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് വളരെ കൂടുതലാണ് ഈ ഫോണിന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയോളം സാംസങ് ഗാലക്സി A25 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസിന് വർത്താണോ അല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോണിന് ഈ ഒരു പ്രൈസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.